അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയട്ടെ. എപ്പോഴും വിചാരിക്കും ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന്, പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ട് തന്നെ. പക്ഷേ നമ്മളത് എടുക്കുമ്പോൾ ആ കാര്യം നമ്മൾ വിട്ടുകൂട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് റീസ്റ്റോക്ക് ചെയ്യേണ്ട ദിവസമാണ്. അപ്പം പെട്ടിയിലേക്കൊക്കെ ആക്കി വെക്കുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ലവ്ലാപ്പിൻ്റെ ബേബി ഡയപ്പേഴ്സാണ്. അപ്പോൾ ഞാനിതൊരു ഏകദേശം 1.5 വർഷമായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യ സമയങ്ങളിൽ കുട്ടികൾ ഉണ്ടായിട്ട് ഒരു 2-3 മാസത്തെ സമയത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ഏത് വാങ്ങണം, ഏത് ഉപയോഗിക്കണം, ഏത് വെച്ചാൽ ശരിയാവും ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ പലത് വാങ്ങിച്ചു, പലത് ഉപയോഗിച്ച് നോക്കി. പക്ഷെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ടായില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. റെഡ്നെസ്സും റാഷസും അല്ലെങ്കിൽ ഇച്ചിങ്ങും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, അലർജിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു അഡ്വൈസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് വാങ്ങി പലത് മാറി ഉപയോഗിച്ച് നോക്കി ഒരുവിധം നമുക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കാനുണ്ടായത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇതുവരെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ബട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് 12 hours പ്രൊട്ടക്ഷൻ ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 12 hours ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. ഞങ്ങളൊരു 2 to 3 hours കഴിയുമ്പോൾ യൂഷ്വലി മാറ്റാറുണ്ട്. ഇപ്പം അധികം അത് ആവശ്യം വരുന്നില്ല. ഇപ്പം ഏകദേശം 1.5 വയസ്സായിട്ടുണ്ട്. ലവ്ല പിന്നെ ഡയപ്പർ പാൻസ് മാത്രമാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് ഇതുള്ളത്. സ്ട്രെച്ചബിൾ ആണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ വന്നിട്ട്. ഇത് എനിക്ക് നല്ല ബെനിഫിറ്റായിട്ടും നല്ല ഓപ്ഷനായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ആവണം നിർബന്ധമില്ല. നമ്മൾ ശീലിച്ച് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏതാണ് ആപ്റ്റായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എൻ്റെ പിള്ളേർക്ക് ഇത് ആപ്റ്റായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വാങ്ങാനിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഏത് ഡയപ്പർ യൂസ് ചെയ്യണമെന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അതായത് ഞാൻ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു വീഡിയോ ഉപകാരപ്പെട്ടേക്കും. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.